ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം. കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് എബിൻ ജോസ് ആണ് ചേരുന്നത്. എബിൻ, ദാരുണമായ സംഭവമാണ്. ഒരു പോക്സോ കേസ്, അതിൽ അതിജീവിച്ച ഒരാൾ ഇത്തരത്തിൽ അതൊരു കൊലപാതകമാണെന്ന രീതിയിലാണോ ഇപ്പോൾ അന്വേഷണം തുടരുന്നത്? ക്രിസ്റ്റീന, കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കാരണങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് വിദഗ്ധമായ അന്വേഷണം പോലീസ് നടത്തുന്നത്. ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എസ്.പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തിയാണ് പരിശോധന നടത്തിയത്. സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം വ്യക്തമാവുകയുള്ളൂ. എങ്കിലും പഴുതടച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. കാരണം പോക്സോ അതിജീവിതയാണ് മരണപ്പെട്ടിട്ടുള്ളത്. ദുരൂഹത ആരോപിക്കുന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. 2 വർഷം മുമ്പാണ് ഒരു പോക്സോ കേസിലെ അതിജീവിതയാണ് പെൺകുട്ടി. അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. ഇതെല്ലാം നിലനിൽക്കുകയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കൃത്യമായ മരണവിവരം വ്യക്തമാവുകയുള്ളൂ. ശരി, എബിൻ ജോസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.